അതെ, നമുക്കെല്ലാവർക്കും കൂടെ കപ്പ ഇറച്ചിയും വെക്കാമെന്ന് പറഞ്ഞില്ലായിരുന്നോ? പബ്ബ നമുക്കെല്ലാവർക്കും കൂടെ അത് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് തുടങ്ങിയാലോ? പാൻ ചൂടായി. ഇനിയിപ്പോൾ നമ്മൾ ഇത്തിരി എണ്ണ ഒഴിക്കുകയാണ് അതിനകത്തേക്ക്. നമ്മളുടെ ഇറച്ചിയും കപ്പയൊക്കെ ഇങ്ങോട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഉപയോഗിക്കണമെന്ന് റൈസ് ബ്രാൻ ഓയിൽ ആയിട്ടോ. ഇപ്പം നമ്മൾ ഏറ്റവും ടേസ്റ്റ് നമ്മളുടെ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുന്നതാ. ഇപ്പൊ നമുക്കിവിടെ തണുപ്പായതുകൊണ്ടേ അതിങ്ങനെ ഒന്ന് കട്ടയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പം ഇത് യൂസ് ചെയ്യണേ. പക്ഷെ നമ്മളുടെ ഒരു ഒതന്റിക് ടേസ്റ്റ് കിട്ടാൻ എപ്പോഴും നല്ലത് അത് തന്നെ. അപ്പൊ ഇത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മളുടെ കടുകിന് ഇട്ട് കൊടുക്കണം. കടുക് എന്തിനകത്തും കുറച്ച് കടുക് ഒരിത്തിരി ഫ്ലേവർ നല്ല അല്ലേ. അപ്പൊ ഞാൻ കുറച്ച് കടുക് ഇട്ടു. ഇനി ബാക്കിയുള്ളതല്ല, കടുകിന്റെ പണി ചെയ്യുമ്പോഴേക്കും നമ്മുടെ വെളുത്തുള്ളി, ഞങ്ങളുടെയൊക്കെ അങ്ങോട്ടുണ്ടല്ലോ പലരും ചുവന്നുള്ളിയൊക്കെ ഇടും. പക്ഷെ വെളുത്തുള്ളി മാത്രമാണ് ഈ ബീഫിനകത്ത് ചേർക്കത്തുള്ളൂ. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട്, വെളുത്തുള്ളി ചേർക്കാതെ ചുവന്നുള്ളി മാത്രം ഇട്ടുകൊണ്ടുള്ള ഒരു ബീഫ് ടേസ്റ്റ് ഉണ്ട്. അതിന് വേറൊരു ടേസ്റ്റ് ആണ്. നമുക്ക് വേറെ ദിവസം ഉണ്ടാക്കാം. ഇന്നിപ്പോ ഇതിനകത്ത് ഞാൻ വെളുത്തുള്ളിയാണ് മാക്സിമം നമ്മള് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചതച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതൊരു 2 തുടം വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇത് ഇതിനകത്തേക്ക് ഇടും. കപ്പയല്ലേ, അപ്പൊ കഴിയുന്നത് ഒരു ആസിഡ് റീഫ്ലെക്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട്. അപ്പൊ ഇത്രയും കറിവേപ്പിലയുണ്ട് ഇതിൻ്റെ അടിയിൽ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഒരുമാതിരി പൊട്ടി. ഒത്തിരി നേരം ഞാനിത് പൊട്ടാൻ നിന്ന് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ഇതൊക്കെ അതിനകത്തേക്ക് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരുമാതിരി ആയി കഴിയുമ്പോഴേക്കും കുറച്ച് വറ്റൽമുളകുണ്ട്, അതിട്ട് കൊടുക്കും. പിന്നെ ഇത് കമ്പൈൻ ചെയ്യും. നമ്മളുടെ ഉള്ളി ഒരുമാതിരി മൂത്തു. ഞാൻ ഇതിനകത്ത് കുറച്ച് ഗരം മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ. ഇതാ ഞാൻ ഗരം മസാല ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിന്റെ സ്പെയർ റിബ്സിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നമ്മൾ ഇതിനെ ഒന്ന് കപ്പയും കൂടെ കൂടിയിട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കും കേട്ടോ. അപ്പൊ നമ്മളുടെ കപ്പേനെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. നന്നായിട്ട് വെന്തു കേട്ടോ. അത് നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന കപ്പയാ. നന്നായിട്ട് വെന്തു. ഇനിയിപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് കൂടി യോജിപ്പിക്കുകയാണ് എല്ലാം. അപ്പം അതിനുശേഷം നമ്മളിതിനെ, ഇവിടെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ കപ്പ ഒരുമാതിരി നന്നായിട്ട് ഒന്നങ്ങ് എന്നാ പറയണേ, ഇങ്ങനെ കുഴഞ്ഞിരിക്കണം. അതാണ് കുറച്ച് ഇഷ്ടം, ഒത്തിരി അല്ല. അപ്പം ഞാൻ അതിന് യൂസ് ചെയ്യുന്നൊരു സാധനമുണ്ട്. നമ്മളുടെ ഈ പൊട്ടറ്റോസ് ഒക്കെ മാഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാഷറാണിത്. അപ്പം ഞാൻ ഇതും കൊണ്ട് ഇതിനെ ജസ്റ്റ് ഒന്നങ്ങ് എന്താ പറയണേ, ഒന്നങ്ങ് പ്രസ് ചെയ്ത് ഒന്നങ്ങ് മാഷ് ചെയ്ത് കൊടുക്കും. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിന്റെ ഫൈനൽ കഴിക്കാൻ നേരത്ത് ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കാം കേട്ടോ. അപ്പം ഇതിന്റെ പ്രിപ്പറേഷൻ എന്നാണെന്നറിയാമോ, ഞാൻ മൂത്ത മോളുടെ അടുത്ത് ഇന്ന് ഒരു സർപ്രൈസ് വിസിറ്റിന് പോകുന്നുണ്ട്. അപ്പം ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളുടെ നാട്ടിലത്തെ കപ്പ ഇറച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു മോളാണ്. അപ്പം ഞാൻ കാണാൻ വേണ്ടി പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുന്ന. അപ്പം ഇനി ബാക്കിയെല്ലാം നമുക്ക് വഴിയെ കാണാം കേട്ടോ. അങ്ങനെ നമ്മളുടെ കപ്പ ഇറച്ചിയും വെച്ചത് റെഡി ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലും കപ്പയെന്ന് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഇനിയിപ്പം ഞാൻ ഇതൊക്കെയായിട്ട് മോളുടെ അടുത്ത് പോയി വിസിറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ ഹോപ്പ് എവരിവൺ ലൈക്ഡ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ സൈഡിലുള്ള ഓരോരുത്തർക്കും ഓരോരോ വേർഷൻ ഉണ്ടല്ലോ.
ചെറിയൊരു ടിപ്പ് മതിയായിരിക്കും നമുക്ക് ഇതിനകത്തൊക്കെ ടേസ്റ്റിനൊക്കെ കുറച്ചും കൂടി ഒരു എൻഹാൻസിങ് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നമ്മളുടെ 2 പേരെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് നാല, നമ്മളതിനെ നാലു എന്ന് വിളിക്കും. നാലു, ഇവരാണ് നമ്മളുടെ വീട്ടിലൊരു ബോയ്. പിന്നെ മെറി ഹിയ, ഇവളുടെ പേരാണ് മെറി എന്ന്. ഇവളൊരു ഇച്ചിരി കുസൃതിയാണ്, അവളൊരു ഇത്തിരി നോട്ടിയാ. സീ കണ്ടോ എന്നാന്നറിയാമോ? ഇത് ശരി, നാലു ആണ് അപ്പൻ ഇവളുടെ. ഇത് നാലുവിനും സിംബയ്ക്കും കൂടെ, ഞങ്ങൾക്ക് 2 ക്യാറ്റായിരുന്നു, നാലു ആൻഡ് സിംബ. ഈ 4 കുട്ടനും സിംബയ്ക്കും കൂടെ 5 മക്കളുണ്ടായി. ആ 5 മക്കളിനകത്ത് ഞങ്ങൾ കീപ്പ് ചെയ്തത് മെറീനെ മാത്രമാണ്. ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ പേരിട്ടായിരുന്നു നമ്മളുടെ അരിസ്റ്റോക്യാറ്റ്സിൻ്റെ പേര്. ഇന്നത്തെ 4 ഭയങ്കര കെയറിങ് ആയിട്ടുള്ളൊരു പൂച്ചയാണ് അവൻ. ഭയങ്കര ജെൻറ്റിലാണ് നമ്മളുടെ അടുത്ത്. ഭയങ്കര എന്നാ പറയണേ, അവനങ്ങനെ എല്ലാവരും ഒന്നും എടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. അങ്ങനത്തെ നല്ലൊരു കുട്ടിയാണ്, നല്ല സ്നേഹമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. തരാം നിനക്ക്. ഇപ്പോൾ ഞാനൊരു ട്രീറ്റ് കൊടുക്കണേൻ്റെയാണ് ആ സ്നേഹം കാണിക്കണേ. അല്ലെങ്കിലും അങ്ങനെയല്ല കേട്ടോ. ഇവൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇവന് നമ്മൾ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് കഴിക്കാതെ വെയിറ്റ് ചെയ്യും മോക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ആ മോള് കഴിച്ച് ചെയ്യുന്നത് നോക്കി നിൽക്കും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പുള്ളി കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇവരൊത്തിരി മിസ് ചെയ്തു. നമ്മൾ വാവിയുടെ കൂടെ അവരിങ്ങോട്ട് പോന്നു. അപ്പോൾ പിന്നെ ഞാൻ അവരെയും കൂടെ മെറി അവരെയും കൂടെ കാണാനായിട്ടാണ് ഞാൻ എൻ്റെ ഇന്നത്തെ വരവ്. അപ്പം മെറിയുടെ മറ്റേ സിബ്ലിങ്സിൻ്റെ പേരാണ് ടുളു ഉണ്ടായിരുന്നു നമുക്ക്, ബെർലിയോസ് ഉണ്ടായിരുന്നു നമുക്ക്. അവരെയൊക്കെ നമ്മൾ വിട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്യാറ്റ്സിനെയൊക്കെ ആണെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ പോലെ തന്നെയാണ്. പിന്നെ സമയം വേണം, പിന്നെ അവരുടെ എല്ലാം ഇൻഷുറൻസ്, വെറ്റിൻ്റെ അടുത്ത് കാണിക്കുക, റെഗുലർ ചെക്കപ്പ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കെയറിങ് ആവശ്യമുള്ള പൂച്ചകളും പെറ്റിനെ വേണ്ടെന്നുള്ളവർക്കും ഒക്കെ ആയിട്ട് നമ്മൾ ഡൊണേറ്റ് ചെയ്തു. അത് ഫൈറ്റ് ചെയ്യരുത്. അതാണ് എൻ്റെ 4 കുട്ടൻ്റെയും മെറിക്കുട്ടിയുടെയും ഇന്നത്തെ സ്റ്റോറി. എല്ലാവരോടും ഒരു ഹായ് പറഞ്ഞേരെ മെറി എന്നാല. ബായ്. ഞാൻ നമ്മളുടെ വാവിക്കുട്ടിയുടെ വീട്ടിലൊന്നതേ കബർച്ചിങ് കഴിക്കാൻ പോവാണേ. വാവി എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത ആളാട്ടോ. ഇത് അവളുടെ ഔട്ട്ഡോറിലെ ബാൽക്കണിയാണ്. അപ്പോൾ നമുക്ക് കഴിക്കാം. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കഴിക്കാമെന്ന്. ഇതാണ് നമ്മളുടെ സംഭവം. കപ്പ നല്ല ചൂട്, നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല രസമാണ് നമുക്ക് രാത്രിക്ക് ഇരുന്ന് കഴിക്കാൻ. നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ അതിൻ്റെ ആരോയും ഒക്കെ അങ്ങോട്ട് ആയിപ്പോഴേ നന്നായിട്ട് നല്ല കുഴഞ്ഞ് നല്ല രുചി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കണം, ട്രൈ ചെയ്യണം. കപ്പ ഇറച്ചിയും ഒരെണ്ണോടെ കഴിക്കാം നമുക്ക്. ലാസ്റ്റ് വൺ. സൂപ്പർ. നല്ലൊരു ഡേ ആയിരുന്നു കേട്ടോ. നല്ല സണ്ണി ആയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ പതുക്കെ ഒരു തണുപ്പൊക്കെ ഉണ്ട്, എന്നാലും രസമാണ്. അപ്പോൾ ഇന്ന് ഭാവിക്കുട്ടിയുടെ കൂടെ അവക്കടെ അപ്പാർട്ട്മെൻറ്റിൽ സ്റ്റേ ആണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.